ഉന്നതനെ ഉയർത്തുന്നു നിന്നെ ഞാൻ, ഉല്ലാസഗാനങ്ങളാലപിക്കും. ഉലകിൻ നായക നീയല്ലാതില്ല, ഉലകിൻ നായക നീയല്ലാതില്ല. ഉപേക്ഷിക്കാത്തവനായി എന്നെയും നാഥ ആരാധന. ഹൃദയം തുറന്നു ഞാൻ ആത്മമണാള തിരുസവിധേ, ആദരവോടിത താണു വണങ്ങുന്നേ, ആദരവോടിത താണു വണങ്ങുന്നേ. ആരിലും ഉന്നതനേ സ്തുതി നിനക്ക് ആരാധന. ഹൃദയം തുറന്നു ഞാൻ ആത്മമണാള തിരുസവിധേ. കർത്താവിന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 68 സങ്കീർത്തനം അതിൻ്റെ 1 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. അവനെ പകയ്ക്കുന്നവരും അവൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. പുക പതറിക്കുന്നത് പോലെ നീ അവരെ പതറിക്കുന്നു. തീയിങ്കൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടന്മാർ ദൈവസന്നിധി നശിക്കുന്നു. എങ്കിലും നീതിമാന്മാർ സന്തോഷിച്ച് ദൈവസന്നിധിയിൽ ഉല്ലസിക്കും. അതെ, അവർ സന്തോഷത്തോടെ ആനന്ദിക്കും. വചനഭാഗം നമ്മളെ കേൾക്കുമ്പോൾ ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. അവനെ പകയ്ക്കുന്നവരും അവൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. പുക പതറിക്കുന്നത് പോലെ നീ അവരെ പതറിക്കുന്നു. തീങ്കൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടന്മാർ ദൈവസന്നിധി നശിക്കുന്നു. ദുഷ്ടത പ്രവർത്തിക്കുന്ന ജനത്തിൻ്റെ നടുവിൽ ഒരുപാട് സങ്കടത്തോടെ, വേദനയോടെ, ഭയത്തോടെ കഴിയുന്ന ഒരനുഭവമായിരിക്കാം ഇന്ന് എന്നെ ശ്രവിക്കുന്ന പലരുടെയും അനുഭവം. എന്നാൽ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവമക്കളെ പ്രാർത്ഥിച്ചോളൂ. കർത്താവ് ഇതിനകത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമേ. വിശ്വസിക്കുന്ന മക്കളെ ദൈവം അനുഗ്രഹിക്കും. ഓരോ ദിവസവും ഏതെല്ലാം വിധത്തിലുള്ള മഹാകഷ്ടതയിലൂടെയാണ് കടന്നു പോകുന്നത്. എത്ര ഭയപ്പെട്ടാണ് കഴിഞ്ഞു പോകുന്നത്. സ്വന്തം ഭവനത്തിൽ എല്ലാവരും സുരക്ഷിതരാണോ? ജോലി സ്ഥലത്ത് സുരക്ഷിതരാണോ? സമൂഹത്ത് സുരക്ഷിതരാണോ? ദുഷ്ടന്മാർ നിമിത്തം, ദുഷ്ടത നിമിത്തം എത്ര മാനസിക ഭാരത്തോടു കൂടിയാണ് ഇന്ന് പലരും കടന്നു പോകുന്നത്. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വചനം നമ്മളെ കേൾക്കുന്നു. തീയിങ്കൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടന്മാർ ദൈവസന്നിധി നശിക്കുന്നു. എങ്കിലും നീതിമാന്മാർ സന്തോഷിച്ച ദൈവസന്നിധിയിൽ ഉല്ലസിക്കും. ഇഷ്ടംപോലെ ഒരുപാട് ധാരാളമായിട്ട് ദുഷ്ടത അനുഭവിച്ചുകൊണ്ട് സങ്കടത്തോടെ, പ്രയാസത്തോടെ, വേദനയോടെ ഒക്കെ ആയിരിക്കാം. പക്ഷേ അവരുടെ മനസ്സിൽ ഒരു ബലം കൊടുക്കുന്ന ദൈവം ജീവിക്കുന്നു. ഉള്ളിൽ ബലം നൽകി ധൈര്യപ്പെടുത്തുന്ന ദൈവം. ഈ ബലം ദൈവമക്കളെ മനുഷ്യനിൽ ആശ്രയിക്കുന്നവർക്കല്ല, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ലഭിക്കുന്നതാണ്. ദുഷ്ടന്മാർ നിമിത്തം ഒരുപാട് മാനസിക ഭാരങ്ങളും അതുപോലുള്ള പ്രശ്നങ്ങളും അനുഭവിക്കുമ്പോഴും അകത്ത് നീതിയോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും എൻ്റെ കർത്താവിൻ്റെ കരങ്ങളാൽ വിടുതൽ പ്രാപിക്കും. എങ്കിലും നീതിമാന്മാർ സന്തോഷിച്ച് ദൈവസന്നിധിയിൽ ഉല്ലസിക്കും. ആമേൻ. സന്തോഷിക്കുകയും ചെയ്യും, ഉല്ലസിക്കുകയും ചെയ്യും. ദൈവസന്നിധിയിൽ ആർത്ത് ഘോഷിക്കുകയും, എങ്ങനെയാ എൻ്റെ ദൈവം എത്ര അത്ഭുതകരമായിട്ട് എന്നിൽ പ്രവർത്തിച്ചു. ശത്രുക്കൾ നിമിത്തം, ദുഷ്ടന്മാർ നിമിത്തം ഒരുപാട് മാനസിക ദുഃഖങ്ങൾ അനുഭവിച്ച്, ഒരുപാട് നഷ്ടങ്ങളും ഒരുപാട് കഷ്ടങ്ങളും ഒരുപാട് അവമാനങ്ങളും ഒരുപാട് സഹിച്ച് വേദനയോടെ കഴിഞ്ഞു പോകുമെങ്കിലും കർത്താവിൽ ആശ്രയിക്കുന്ന മക്കൾ, ദൈവത്തിൽ വിശ്വസിക്കുന്ന മക്കൾ സന്തോഷിച്ച് ഉല്ലസിക്കുക. എവിടെയാ? ദൈവത്തിൽ സന്തോഷിച്ച് ഉല്ലസിക്കുക. ദൈവസന്നിധിയിൽ ഉല്ലസിക്കുന്ന ഒരു അനുഭവം. അതെ, അവർ സന്തോഷത്തോടെ ആനന്ദിക്കും. ആത്മസന്തോഷം കൊണ്ട് ദൈവത്തെ ആരാധിക്കും. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ആരാധിച്ച് പുകഴ്ത്തുന്ന ഏത് വിശ്വാസിയുടെയും ജീവിതത്തിൽ കഷ്ടതകൾ മറന്ന് ഉല്ലസിപ്പാനൊരു മനസ്സ് ദൈവം കൊടുക്കും. ആമേ, സ്തോത്ര, ഹല്ലേലൂയ. ലോകത്തിൻ്റെ മുമ്പിൽ പ്രയാസമുണ്ട്, പ്രശ്നങ്ങളുണ്ട്, തകർച്ചയുണ്ട്, നഷ്ടമുണ്ട്, കഷ്ടമുണ്ട്. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കളുടെ മനസ്സ് ദൈവസന്നിധി സന്തോഷത്തോടെ, ഉല്ലാസത്തോടെ ദൈവത്തെ ആരാധിക്കുകയാണ്. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടതായ നന്മ നമ്മുടെ ജീവിതത്തിൽ അനുഭവാൻ കർത്താവ് സഹായിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും നേരിട്ട് ശത്രുക്കൾ നിമിത്തം, ദുഷ്ടന്മാർ നിമിത്തം ഒരുപാട് മാനസിക ഭാരങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും നഷ്ടങ്ങളും അനുഭവിച്ച് കടന്നു പോകുമ്പോഴും
ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഹല്ലേലൂയ, എൻ്റെ ഉള്ളത്തെ അറിയുന്നൊരു ദൈവം ജീവിക്കുന്നു. ഞാൻ ചെയ്യുന്ന ശുശ്രൂഷ കാണുന്ന ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അതേ കർത്താവിൽ ആശ്രയിക്കുന്ന മക്കൾ, ആമേ സ്തോത്രം, ആത്മസന്തോഷത്തിൽ ആരാധിച്ച് വാഴ്ത്തി സ്തുതിക്കുവാൻ എൻ്റെ കർത്താവ് ഒരുക്കുന്ന സകല നന്മകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ കർത്താവെ സന്തോഷിച്ച് ഉല്ലസിച്ച് ഘോഷിക്കുവാൻ എൻ്റെ കർത്താവെ ഒരുക്കുന്ന സകല നന്മകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ലോകം പ്രതികൂലമായിരിക്കുമ്പോഴും എൻ്റെ കർത്താവ് അനുകൂലമായി കർത്താവെ അവിടുത്തെ ഉള്ളം കരങ്ങളിൽ വഹിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ ദൈവസ്നേഹത്തെ അനുഭവിച്ചുകൊണ്ട് ആമേ സ്തോത്രം ദൈവസന്നിധിയിൽ കർത്താവെ സന്തോഷിച്ച് ഉല്ലസിപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കുന്ന സകല നന്മകൾക്കും നന്ദിയോടെ സ്തോത്രം. എൻ്റെ കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ ദൈവം ദീർഘായുസ് കൊടുത്ത് നിൻ്റെ മക്കളെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എൻ്റെ കർത്താവ് ഒരുക്കുന്ന അത്ര കാലം എൻ്റെ കർത്താവിനെ അവിടുന്ന് ആരാധിച്ചും വാഴ്ത്തിയും സ്തുതിച്ചും എൻ്റെ കർത്താവെ നന്ദിയുടെ വാടാമലരായി ആ പാദപീഠത്തിൽ കിടക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. യേശുവേ സ്തോത്രം.